വയനാട് മണ്ണിടിച്ചിലിൽ കാണാതായ 5 പേർക്കായി തിരച്ചിൽ തുടരുന്നു. പ്രദേശത്ത് കനത്ത മഴ തുടരുകയാണ്. ഇത് തെരച്ചിലിന് തടസ്സമാകുന്നുണ്ട്. നിർമ്മാണത്തിന്റെ ഭാഗമായി കൂട്ടിയിട്ട മണ്ണ് വലിയ അപകട ഭീഷണി ഉയർത്തുകയാണ്. ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹം വിമാനത്തിൽ നാട്ടിലെത്തിക്കും. ആശ്രിതർക്ക് സർക്കാർ 5 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. തുരങ്കപാത നിർമ്മാണ കമ്പനിയിലെ ജീവനക്കാരായ 5 പേരെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. തിരച്ചിൽ പ്രതീക്ഷിച്ചതിലും ദുഷ്കരമെന്നാണ് റവന്യൂ മന്ത്രി AP അനിൽകുമാർ പറയുന്നത്. കുറേ ഏരിയ കൂട്ടി കൂടുതൽ വെഹിക്കിൾസൊക്കെ വന്നിട്ടുണ്ട്. ഇറ്റാച്ചി മറ്റെല്ലാം എത്തിയിട്ടുണ്ട്. വാഹനങ്ങൾ വരുന്നുണ്ട്. മണ്ണ് എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യാനുള്ളത് നടക്കുക. ഏതാണ്ട് ഒരു ധാരണ ഉണ്ട് എന്നാണ് പറയുന്നത്, ഏത് ഏരിയയിലായിരിക്കും എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഫോക്കസ് പോകുന്നുണ്ട്. മഴ വലിയ ശല്യം അങ്ങനെ ഇതില്ല, അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. മഴ വലിയ തടസ്സമാണ്. വലിയ തടസ്സം തന്നെയാണ്. ഇല്ല, നമ്മൾ ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ നമുക്ക് അവർ ഫ്രീ ആക്കി വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പ്രദേശവാസികൾക്കുള്ള നിയന്ത്രണങ്ങൾ എന്തെങ്കിലും ഈ ഘട്ടത്തിൽ? പ്രദേശവാസികൾ ഇവിടെ താമസിക്കുന്നവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതല്ലാത്തവർ വന്നിട്ട് നമ്മുടെ വർക്കിനെ ബാധിക്കാത്ത രീതിയിലാക്കും. വിവരങ്ങളുമായി CV അനുമോദും ജയരാജ് ബത്തേരിയും ചേരുന്നുണ്ട്. ആദ്യം അനുമോദിലേക്കാണ്. അനുമോദ്, ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതായത് ഇത് മനുഷ്യനിർമ്മിതമാണ്, നിർമ്മാണ കമ്പനിയുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണെന്നും ദേശീയ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണെന്നൊക്കെ രീതിയിൽ പല വിമർശനങ്ങളുമുണ്ട്. പക്ഷെ എന്തായാലും തിരച്ചിലിപ്പോൾ പുരോഗമിക്കുകയാണ്. പ്രദേശത്ത് കനത്ത മഴ പെയ്യുന്നു. ഇതെങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ രക്ഷാപ്രവർത്തനം, മറ്റു തിരച്ചിലും മറ്റും എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഇടവിട്ട് പെയ്യുന്ന കനത്ത മഴയാണ് ഇപ്പോൾ ഈ കള്ളാടിയിലെ തെരച്ചിലിന് വലിയ തടസ്സം തീർക്കുന്നത്. വലിയ മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ മണ്ണ് കൂടുതൽ ഇടിയുന്ന ഒരു സാഹചര്യം. ഈ തെരച്ചിൽ നടത്തുന്നവർക്ക് സുരക്ഷിതമായിട്ട് അവർക്ക് തിരയാൻ കഴിയാത്തൊരവസ്ഥ. അങ്ങനെ ഒരു വലിയ ദുഷ്കരമായ ഭൗതിക സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ അനുഭവപ്പെടുന്നത്, കാണാൻ കഴിയുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് ഇവിടുത്തെ ഈ കള്ളാടി പാലത്തിന്റെ താഴെ ഭാഗത്തു നിന്നുള്ള കാഴ്ചകളാണ്. ഇപ്പോൾ നമുക്ക് ഒരു ജീപ്പ്, മണ്ണിനടിയിൽപ്പെട്ട ഒരു ജീപ്പ് പുറത്ത് എടുത്തു വെച്ചത് കാണാൻ സാധിക്കുന്നുണ്ട്. അതിന് താഴെ 3 എക്സ്കവേറ്ററുകൾ, JCBകൾ ഉപയോഗിച്ച്, വലിയ ഹിറ്റാച്ചുകൾ ഉപയോഗിച്ചുള്ള മണ്ണ് നീക്കിയുള്ള പരിശോധനയാണ് നടക്കുന്നത്. കനത്ത കുത്തൊഴുക്കാണ് ഈ ഒരു പുഴയിൽ ഉള്ളത്. അത് വലിയ ഒരു ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യം തന്നെയാണ് തീർക്കുന്നത്. 1 മണിക്കൂർ മുമ്പൊന്നും അവിടെ നിൽക്കാൻ കഴിയാത്തത്ര രീതിയിൽ മണ്ണൊലിപ്പായിരുന്നു, കുത്തൊഴുക്കായിരുന്നു. ഇവിടെ പ്രധാനമായിട്ടും ഇപ്പോൾ ഈ മണ്ണ് നീക്കി കാണാതായ 5 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് നടക്കുന്നത്. ഏകദേശം ഏത് ഭാഗത്തുണ്ടാകുമെന്നൊരു കണക്കൂട്ടൽ മാത്രമാണ്. പക്ഷേ മല പോലെ മണ്ണ് ഒഴുകി നിറഞ്ഞിരിക്കുന്നൊരവസ്ഥയായതുകൊണ്ട് തന്നെ ഒന്നും വിചാരിച്ച വേഗത്തിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും